നമ്മൾ പാമ്പുകളെക്കുറിച്ച് വീഡിയോ ചെയ്തു തുടങ്ങിയത് മുതൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കമൻസിലൊക്കെ പച്ചിലപ്പാമ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. നമ്മൾ പിറ്റ് വൈപ്പറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് ലാർജ് സ്കെയിൽ പിറ്റ് വൈപ്പറിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോഴത്തേന് കുറേ പേർക്കെങ്കിലും സംശയം ഉണ്ടായി, അത് ഒരു പിറ്റ് വൈപ്പറാണോ അതോ പച്ചിലപ്പാമ്പാണോ എന്നുള്ള ഒരു സംശയം കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ പച്ചിലപ്പാമ്പുകളെക്കുറിച്ച് തന്നെ ആട്ടെ. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ത്യയിലെ പല കാടുകളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പച്ചിലപ്പാമ്പുകളെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, പച്ചിലപ്പാമ്പുകൾ നല്ല പച്ച നിറത്തിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്നേക്കാണ്. വൈൻ സ്നേക്സ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. കാട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, ഈ ചെടികളുടെയൊക്കെ ഇടയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നല്ല പച്ച വൈൻ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ്, വള്ളി പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് വൈൻ സ്നേക്സ് എന്ന് പേര് വരാൻ കാര്യം. ഈ പച്ചിലപ്പാമ്പുകളെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഇത് നല്ല പച്ച നിറത്തിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ബ്രൗൺ കളറിലുള്ള കുറേ സ്പീഷീസ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പച്ചിലപ്പാമ്പുകൾ സാധാരണയായിട്ട് മെലിഞ്ഞിട്ട് നല്ല നീളമുള്ള പാമ്പുകളാണ്. അതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖം നല്ല കൂർത്ത മുഖമാണ്. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ ലാർജ് സ്കെയിൽ പിറ്റ് വൈപ്പറുമായിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ തോന്നാം. പക്ഷേ ലാർജ് സ്കെയിൽഡ് പിറ്റ് വൈപ്പറിൻ്റെയും ഈ പച്ചിലപ്പാമ്പിൻ്റെയും പടം ഞാൻ തൊട്ടടുത്ത് വെക്കാം. ഒരുമിച്ച് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും. പച്ചിലപ്പാമ്പിൻ്റെ നല്ല കൂർത്ത മുഖവും അതേസമയം ഈ ലാർജ് സ്കെയിൽ പിറ്റ് വൈപ്പറിൻ്റെയൊക്കെ മുഖം നല്ല റൗണ്ട് ഷേപ്പിലുമാണ്. അപ്പോൾ അത് കണ്ടാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇതിൻ്റെ കണ്ണിനും ഉണ്ട് കുറേയേറെ പ്രത്യേകത. നമ്മുടെ നാട്ടിലുള്ള മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഇപ്പം നമുക്കറിയാലോ, മൂർഖനുണ്ട്, ചേരയുണ്ട്. അതിൻ്റെയൊക്കെ ഈ കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ നല്ല റൗണ്ട് ഷേപ്പിലായിരിക്കും. പിന്നെ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലുള്ള പൂച്ചക്കണ്ണം പാമ്പുകളൊക്കെ, ഈ കാറ്റ് സ്നേക്സ് എന്ന് പറയുന്നതൊക്കെ, അതിന് നല്ല വെർട്ടിക്കലായിരിക്കും, നല്ല കുത്തനെയായിരിക്കും അതിൻ്റെയൊക്കെ കൃഷ്ണമണി. പക്ഷേ ഈ പച്ചിലപ്പാമ്പുകളിലെ കണ്ണുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ പ്യൂപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരശ്ചീനമായിട്ടുള്ള കൃഷ്ണമണിയാണുള്ളത്. അതുപോലെ തന്നെ അത് ഫോർവേഡ് ഫേസിംഗ് ആണ്. ഫോർവേഡ് ഫേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ പോലെ തന്നെ ഇങ്ങനെ മുന്നിലോട്ട് അവർക്ക് നോക്കുന്ന രീതിയിലാണ് അവരുടെ കണ്ണുകൾ അവരുടെ ഫേസ് ചെയ്തിരിക്കണം. മറ്റു പാമ്പുകൾ, നമ്മുടെ മൂർഖനാണെങ്കിലും ചേരയൊക്കെ ആണെങ്കിലും അവരുടെ കണ്ണുകൾ തലയുടെ രണ്ട് സൈഡിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഈ പച്ചിലപ്പാമ്പുകളുടെ കണ്ണുകൾ ഫോർവേഡ് ഫേസിംഗ് ആയിരിക്കും. ഫ്രണ്ടിലോട്ട് മനുഷ്യരുടെയും ഈ പൂച്ചയുടെ കണ്ണുകൾ പോലെ അല്ലെങ്കിൽ മൂങ്ങയുടെ കണ്ണുകൾ പോലെ തന്നെ ഫോർവേഡ് ഫേസിംഗ് കണ്ണുകളാണ് പച്ചിലപ്പാമ്പുകൾക്കുള്ളത്. ഈ പച്ചിലപ്പാമ്പുകളുടെ കണ്ണുകളുടെ മറ്റൊരു പ്രത്യേകത, ഇത് ബൈനോക്കുലർ വിഷനുണ്ട്. ഈ നമുക്ക് മനുഷ്യർക്കുള്ളതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ കണ്ണുകൾ രണ്ട് കണ്ണുകളുണ്ട്. നമ്മൾ രണ്ട് കണ്ണുകൊണ്ട് ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ, പക്ഷേ അത് രണ്ടായിട്ടല്ല കാണുന്നത്, അത് ഒന്നായിട്ട് നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്തിട്ട് ഒറ്റ ഇമേജായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ പച്ചിലപ്പാമ്പുകൾക്കും ആ പ്രത്യേകതയുണ്ട്. അവരുടെ കണ്ണുകളും ബൈനോക്കുലർ വിഷനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു കാർ ഓടിച്ച് പോകുന്ന സമയത്ത് ദൂരെ നിന്നൊരു വേറൊരു കാർ വരുന്നോ അല്ലെങ്കിൽ അവിടെ ഒരു മരം ഉണ്ടെങ്കിൽ അത് എത്ര ദൂരത്താണെന്ന് നമുക്ക് കണ്ടിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ തന്നെ പച്ചിലപ്പാമ്പുകൾക്കും ഈ ഫോർവേഡ് ഫേസിംഗ് ആയിട്ടുള്ള ബൈനോക്കുലർ വിഷനുള്ള ഈ കണ്ണുകളുള്ളത് കൊണ്ട് അവർക്ക് എളുപ്പത്തിൽ അവരുടെ ഇപ്പോൾ ഒരു തവളയോ അല്ലെങ്കിൽ വേറെ പാമ്പോ അടുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത് എത്ര ദൂരത്തിലായിരിക്കുന്നതെന്നും ഒക്കെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. പച്ചിലപ്പാമ്പുകളുടെ ജീനസ് എന്ന് പറയുന്ന അഹായത്തുള്ള എന്ന് പറയുന്ന ജീനസിലാണ് ഇതിനെ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ഈഗിൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരുന്തെന്നാണ് അർത്ഥം. ഒരു പക്ഷേ ഇര പിടിക്കാനുള്ള ഇതിൻ്റെ ഈ പ്രസിഷനൊക്കെ കൊണ്ടായിരിക്കാം പരുന്തുമായിട്ട് ഇതിനെ ഉപമിച്ച് ഈ അഹായത്തുള്ള എന്ന് ഉള്ള പേര് വരാൻ കാര്യം. ഇതൊരു അർബോറിയൽ പാമ്പാണ്. അർബോറിയൽ പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മരത്തിൽ ജീവിക്കുന്ന പാമ്പുകളൊക്കെയാണ് അർബോറിയൽ പാമ്പെന്ന് പറയുന്നത്. എന്നിരുന്നാലും ചില സമയത്തൊക്കെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്തൊക്കെ, ഇപ്പം ഡിസംബർ ജാനുവരി മാസങ്ങളിലൊക്കെ ഏതെങ്കിലും പാറയുടെ പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലത്തൊക്കെ വന്നിരുന്ന് ചിലപ്പം ഇവർ വെയിൽ കയറുണ്ട്. അതിന് ബാസ്കിങ് എന്നാണ് പറയുന്നത്. പിന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവർ നമ്മൾ സമുദ്രതീരം മുതൽ അങ്ങ് 2000 മീറ്റർ ഉയരമുള്ള മലയുടെ മണ്ടയ്ക്ക് വരെ കാണാറുണ്ട്. നല്ല തിക്കായിട്ടുള്ള കാടുകൾ കാണാറുണ്ട്, ഗ്രാസ് ലാൻഡുകളിൽ കാണാറുണ്ട്, നമ്മുടെ നാട്ടുമ്പുറലുള്ള കാവുകളിൽ കാണാറുണ്ട്. അപ്പം വളരെ വൈഡായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു പാമ്പാണ് ഈ പച്ചിലപ്പാമ്പ്. പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, നമ്മുടെ മൂന്നാറിലൊക്കെ വലിയ ഉയർന്ന മലനിരയൊക്കെ ഉണ്ട്, 2000 മീറ്ററും 2500 മീറ്ററൊക്കെ. അവിടെയുള്ള ഈ പുൽക്കൂട്ടങ്ങളുടെ ഇടയിൽ വരെയൊക്കെ ഈ പച്ചിലപ്പാമ്പുകളെ കാണാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഓർക്കും ഇത്ര കോമൺ ആയിട്ടുള്ള പാമ്പുകളെ ചിലപ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്, ഇതിൻ്റെ ക്യാമഫ്ലാജ് തന്നെ. ഇതിനെ കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. ഈ പകൽ സമയത്തൊക്കെ ഈ പൊന്തക്കാട്ടിലൊക്കെ ഈ പാമ്പ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നോക്കിയാൽ ചിലപ്പം കാണാൻ പറ്റില്ല. ചില സമയത്ത് അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കണ്ടാൽ മാത്രമേ നമുക്കിതിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ, രാത്രിയിലൊക്കെ ചിലപ്പം കാടിനടുത്തൂടെയൊക്കെ ടോർച്ച് അടിച്ച് നടന്നു കഴിഞ്ഞാൽ അതിന് എളുപ്പത്തിൽ കാണാം. അതിൻ്റെ ചെറിയൊരു പച്ച തിളങ്ങുന്ന കളറാണുള്ളത്. അപ്പോൾ ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ ആ കളർ കണ്ടിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ വിഷത്തെപ്പറ്റി പറഞ്ഞു വന്നാൽ, ഇതൊരു മൈൽഡ്ലി വെനമസ് പാമ്പാണ്. മൈൽഡ്ലി വെനമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വിഷമുണ്ട്, പക്ഷേ മനുഷ്യരെ കൊല്ലാനുള്ള വിഷമില്ല. അതേസമയം ഒരു പക്ഷിയെ പിടിച്ചാലോ ഒരു തവളയെ പിടിച്ചാലോ അല്ലെങ്കിൽ വേറൊരു പാമ്പിനെയൊക്കെ പിടിച്ച് തിന്നുന്ന സമയത്ത് അതിനെ
കൊല്ലാനുള്ള വിഷം അതിൻ്റെ ശരീരത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മൈൽഡ്ലി വെനമസ് സ്നേക്സ് എന്ന് പറയുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സത്പുര നാഷണൽ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കൽ കാട്ടിൽ പോകുന്ന സമയത്ത് ഒരു പച്ചിലപ്പാമ്പ് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ്. അപ്പം റോഡിന് നടുക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പം വേറെ വണ്ടിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാല പിടിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെക്കാൻ നോക്കിയപ്പോഴത്തേക്കിന് ഈ പച്ചിലപ്പാമ്പ് വന്ന് എൻ്റെ കൈക്കിട്ടൊരു ഒറ്റ കടി. സാധാരണ ഒരു നാണക്കേട് തന്നെയാണ്, കാരണം പച്ചിലപ്പാമ്പ് ഒരിക്കലും കടിക്കാത്തൊരു പാമ്പാണ്. എത്ര ആൾക്കാരും അതിനെ പിടിച്ച് മാറ്റിയാൽ തന്നെ പച്ചിലപ്പാമ്പ് കടിക്കാറില്ല. അത്ര അഗ്രസീവായിട്ടുള്ളൊരു പാമ്പല്ല അത്, അത്ര ദേഷ്യക്കാരനായിട്ടുള്ള പാമ്പല്ല. പിന്നെ കടിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഞാൻ ഈ പാമ്പിനെ പിടിച്ചിങ്ങനെ മാറ്റുന്ന സമയത്ത് അതെൻ്റെ ഇടത്തെ കയ്യിലോട്ട് ഒറ്റ കടി. ആ കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് 1-2 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ കൈ ഇങ്ങനെ വീർത്ത് വന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, പാമ്പിനെ ഏത് പാമ്പാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഈവൻ പച്ചിലപ്പാമ്പാണെങ്കിലും ഇപ്പോൾ ഒരു മാറ്റി വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കടി മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ നീരൊക്കെ അവിടെ നിന്ന് മാറി. പക്ഷേ പച്ചിലപ്പാമ്പ് മൈൽഡ്ലി വെനമസ് ആണെന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്നെ കടിച്ചപ്പോൾ തന്നെ എൻ്റെ കൈ ഇങ്ങനെ നീര് വെച്ചതും ഒരു പക്ഷേ ഞാൻ ചിലപ്പോൾ അലർജിക്കുമായിരിക്കും, ചിലപ്പം ഈ വിഷത്തോടൊക്കെ ചെറിയ അലർജിയൊക്കെ ഉള്ളതുകൊണ്ടും ആയിരിക്കും എൻ്റെ കൈയൊക്കെ ഇങ്ങനെ നീര് വെച്ച് വന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഞാൻ വെനമസ് സ്നേക്സ് എന്നാണ് പറഞ്ഞത്, ഞാൻ പോയിസണസ് സ്നേക്സ് എന്നല്ല പറഞ്ഞത്. ചിലർക്കെങ്കിലും ചില കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, എന്താണ് വെനമസ് അല്ലെങ്കിൽ എന്താണ് പോയിസണസ് എന്ന്. പോയിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമുള്ള ഏതെങ്കിലും വസ്തുക്കൾ നമ്മൾ കഴിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ശ്വസിച്ചാലോ അതേസമയം ടച്ച് ചെയ്താലോ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ചെന്നിട്ട് അത് നമുക്ക് ചിലപ്പോൾ ജീവഹാനി വരെ സംഭവിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒതളങ്ങ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ ചത്തുപോകാൻ സാധ്യതയുണ്ട്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കുറേയേറെ ആൾക്കാർ ഈ ഗ്യാസ് ശ്വസിച്ചിട്ട് തന്നെ കുറേ ആൾക്കാർ ചത്ത നമ്മൾ ഈ പോയിസൺ എന്ന് പറയുന്നത്. പക്ഷേ വെനമെന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും വിഷമുള്ള ജീവികൾ, ഇപ്പം പാമ്പൊക്കെ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൻ്റെ അകത്തോട്ട് കയറിയാൽ മാത്രമേ അത് നമുക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ നമ്മുടെ ശരീരത്തിന്. അതിനെയാണ് വെനമെന്ന് പറയുന്നത്. ഇപ്പം പാമ്പിൻ്റെ ഒരു തുള്ളി വെനം എടുത്തിട്ട് നമ്മുടെ വായിക്കകത്തോട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വായിക്കകത്ത് എവിടെയെങ്കിലും കട്ടോ വൂണ്ടോ ഒന്നും ഇല്ലെങ്കിൽ അത് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റ് ആവും. അത് ആക്ച്വലി കുറേയേറെ പ്രോട്ടീൻസ് ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ആരും പാമ്പിൻ്റെ വെനമൊന്നും എടുത്ത് കുടിക്കാൻ പോകരുത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പച്ചിലപ്പാമ്പുകൾ മൈൽഡ്ലി വെനമസ് സ്നേക്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വേറൊരു പ്രത്യേകത, ഈ പച്ചിലപ്പാമ്പുകളുടെ വിഷപ്പല്ലുകളുടെ സ്ഥാനമാണ്. നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ നമുക്ക് മൂർഖൻ, അണലിയുടെയൊക്കെ വിഷപ്പല്ലുകൾ ഈ വായുടെ ഫ്രണ്ടിലാണ്. പക്ഷേ അതേസമയത്ത് പച്ചിലപ്പാമ്പുകളുടെ വിഷപ്പല്ലുകൾ അവരുടെ വായുടെ ഉള്ളിലോട്ടാണ്, അകത്താണ്, കുറേ അകത്താണ് ഈ 2 വിഷപ്പല്ലുകളുള്ളത്. അതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർഖൻ്റെയും ഇപ്പം അണലിയുടെയൊക്കെ വിഷപ്പല്ലുകളുടെ ഇപ്പം നല്ല ഹോളോയാണ് അവരുടെ പല്ല്. മൂർഖൻ്റെയും അണലിയുടെയൊക്കെ പല്ലുകൾ നല്ല ഹോളോ, അകത്ത് ഇതല്ല, അതിൻ്റെ അറ്റത്തൊരു സുഷിരമുണ്ട്. ആ സുഷിരം വഴിയാണ് ഇവർ കടിക്കുന്ന സമയത്ത് വിഷം ഇങ്ങോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അതേസമയം ഈ പച്ചിലപ്പാമ്പുകളിലെ ഈ വിഷപ്പല്ലുകൾക്കൊന്നും ഹോളോ ഒന്നുമില്ല. അവരെന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു തവളയൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കിന് ചെറിയൊരു ദ്വാരം ഉണ്ടാവും ഇപ്പോൾ തവളയുടെ ദേഹത്ത്. അപ്പോൾ ആ ദ്വാരം വഴി ഈ വിഷം ഇങ്ങോട്ട് ഊർന്നിറങ്ങുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അവർ തവളയും അല്ലെ മറ്റു ജീവികളെയൊക്കെ പാരലൈസ് ചെയ്യുന്ന പതിയെ കഴിക്കാനും തുടങ്ങുന്നത്. ഈ വിഷം ഊർന്നിറങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കിന് ഓരോ പാമ്പുകൾക്കും ഓരോ വിഷസഞ്ചിയുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് കോബ്രയുടെയും വൈപ്പറിൻ്റെയൊക്കെ വിഷസഞ്ചി അവരുടെ വായുടെ ഫ്രണ്ടിലായിരിക്കും. അതേസമയം പച്ചിലപ്പാമ്പിൻ്റെ നല്ല നീളത്തിലായിരിക്കും. അപ്പോൾ ആ വിഷസഞ്ചിക്കകത്തു നിന്നാണ് ഇവർ കടിക്കുന്ന സമയത്ത് വിഷം ഊർന്നിറങ്ങുന്നത്. ഇനി ഇതിൻ്റെ ഫുഡാണ്. ഇത് ഭക്ഷണം കഴിക്കുന്നത് വളരെ വെറൈറ്റി ഡയറ്റാണ് ഇവർക്കുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ പക്ഷികളെ പിടിച്ച് തിന്നാറുണ്ട്, തവളകളെ പിടിച്ച് തിന്നാറുണ്ട്, പലതരത്തിലുള്ള പാമ്പുകളെ പിടിച്ച് തിന്നാറുണ്ട്. പാമ്പുകളെ പിടിച്ച് തിന്നുന്ന കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കവചവാലം പാമ്പുകളുണ്ട്. മണ്ണിനടി കഴിയുന്ന പാമ്പുകളൊക്കെ ചില സമയത്ത് മഴയൊക്കെ സമയത്ത് വെളി വരും. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ കുറേ കണ്ടിട്ടുണ്ട് ആൾക്കാർ. നമ്മുടെ ഒരു സുഹൃത്ത് ആക്ച്വലി ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കിന് 20ലധികം പ്രാവശ്യം ഈ കവചവാലം പാമ്പുകളെ മാത്രം ഇത് നിലത്ത് പോയിട്ട് പിടിച്ച് തിന്നുന്നതായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. തവളകൾ തന്നെ ഇപ്പം ഞങ്ങൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗിനെയൊക്കെ ഇത് പിടിച്ചിട്ട് കുറേ നേരം എടുക്കും ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് ഇതിൻ്റെ കഴുത്തിനും പച്ചിലപ്പാമ്പിൻ്റെയൊക്കെ കഴുത്തിന് ഇങ്ങനെ ഞെക്കി പിടിച്ചിരിക്കുന്നതൊക്കെ കുറേയൊക്കെ നല്ല ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവർക്കുള്ളത്. പക്ഷികളെ കഴിക്കാറുണ്ട്, തവളകളെ കഴിക്കാറുണ്ട്, എലികളെ ഇടയ്ക്ക് പിടിക്കാറുണ്ട്, ട്രീസിൽ ഡ്വെൽ ചെയ്യുന്ന എലികളെ പിടിച്ച് തിന്നാറുണ്ട്. തവളകളുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ വേറെ കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഈ ക്രിക്കറ്റ് ഫ്രോഗ്സും ഈ ലീപ്പിംഗ് ഫ്രോഗ്സ് ഒക്കെ നിലത്ത് കഴിയുന്ന തവളകളാണ്. ഇപ്പം മരത്തെ താമസിക്കുന്ന പാമ്പ് ഏറ്റവും കൂടുതൽ പക്ഷേ കഴിക്കുന്നത് നിലത്തോട് നടക്കുന്ന ഈ ജീവികളൊക്കെയാണ്. സാധാരണ ഈ പച്ചിലപ്പാമ്പുകളുടെയൊക്കെ മീറ്റിംഗ് നമ്മൾ കണ്ടിട്ടുള്ളത് മൺസൂൺ സമയത്താണ്. മറ്റുള്ള നമ്മുടെ നാട്ടിലുള്ള സാധാരണ പാമ്പുകളെ പോലെ തന്നെ എവിടെയെങ്കിലും പോയി മെയിലും ഫീമെയിലും കിടന്നിട്ട് വളഞ്ഞൊക്കെ കിടന്നിട്ടാണ് ഇത് മേറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമുക്ക് വെസ്റ്റേൺ ഘാട്ടിന് അങ്ങേയറ്റം നോർത്തേൺ വെസ്റ്റേൺ ഘാട്ടിലൊക്കെ ഒരു പാമ്പുണ്ട്, പച്ചിലപ്പാമ്പ് തന്നെ. അതിൻ്റെ ഒരു രസകരമായ മേറ്റിംഗ് നമ്മുടെ സുഹൃത്തുക്കൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫീമെയിലും 6-7 മെയിലും ഒരുമിച്ചിരുന്ന് മേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിന് പോളിയാൻഡ്രി എന്നാണ് പറയുന്നത്. ഒരു ഫീമെയിലും കുറേയേറെ മെയിൽസും ഉള്ളതിന് പോളിയാൻഡ്രി എന്ന് പറയും. ആ ബിഹേവിയർ ഈ വൈൻ സ്നേക്സിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പിറ്റോയ്പ്പറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആ കാര്യം പറഞ്ഞു. ഓവോ വിവിപാരസ്
എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ വയറ്റിൽ തന്നെ മുട്ടയുണ്ട്. ആ മുട്ട ഹാച്ചായിട്ട് കുഞ്ഞുങ്ങൾ വെളിയിലോട്ട് വരുന്നതിനാണ് ഓവോവിവിപാരസ് എന്ന് പറയുന്നത്. അപ്പം പച്ചില പാമ്പുകളും അങ്ങനെയാണ്, കുഞ്ഞുങ്ങളാണ് വെളി വരുന്നത്. എന്നിരുന്നാലും അതിൻ്റെ വയറ്റിൽ മുട്ടയുണ്ട്. ഒരു 4 മുതൽ ഒരു 15 വരെയുള്ള കുഞ്ഞുങ്ങൾ വെളിയിലോട്ട് പ്രസവിക്കാറുണ്ട്. ഇതൊക്കെയാണ് പച്ചില പാമ്പുകളെ പറ്റി ജനറൽ ആയിട്ടുള്ള വിവരങ്ങൾ. ഇനി നമുക്ക് കേരളത്തിൽ കാണുന്ന കുറേയേറെ സ്പീഷീസുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. കേരളത്തിൽ നമുക്ക് 7 സ്പീഷീസ് പച്ചില പാമ്പുകളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു 14 സ്പീഷീസ് പച്ചില പാമ്പുകളെ മൊത്തമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 7 സ്പീഷീസ് നമുക്ക് കേരളത്തിൽ കാണുന്നുണ്ട്. ആദ്യത്തെ സ്പീഷീസ് ബ്രൗൺ വൈൻ സ്നേക്സ് എന്ന് പറയും. അത് ആക്ച്വലി പച്ച കളറിലല്ല അതിൻ്റെ കളർ, അതൊരു ബ്രൗൺ കളറിലാണ്. നല്ല നീളമുണ്ട്, അതിൻ്റെ മുഖത്തിന് തന്നെ നല്ല നീളമുണ്ട്. അതിൻ്റെ മുഖത്തിൻ്റെ തൊട്ടും അറ്റത്ത് ഒരു ചെറിയ മുഴ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കണ്ട് എളുപ്പത്തിൽ തിരിച്ചറിയാനും പറ്റും. കേരളത്തിൽ അത്ര സാധാരണമല്ല ഇത്, പക്ഷേ പല സ്ഥലങ്ങളിലും ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഈ ബ്രൗൺ വൈൻ സ്നേക്സ്. അടുത്ത 3 സ്പീഷീസുകൾ ബ്രോൺസ് ഹെഡഡ് വൈൻ സ്നേക്ക്, ഷോർട്ട് നോസ് വൈൻ സ്നേക്ക്, ട്രാവൻകൂർ ഷോർട്ട് നോസ് വൈൻ സ്നേക്ക് എന്ന് പറയുന്ന 3 സ്പീഷീസാണ്. ഈ 3 സ്പീഷീസുകളും കാണുന്നത് നമ്മുടെ കാട്ടിലൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഗ്രാസ്ലാൻഡ്, ഉയർന്ന മലനിരകളിലൊക്കെ ഉള്ള പുൽമേടുകളിലാണ് ഇതിനെ കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് ബ്രോൺസ് ഹെഡഡ് വൈൻ സ്നേക്സ് കാണുന്നത് സൈലന്റ് വാലിയിലും അങ്ങനെ നീലഗിരിയുടെ അടുത്തുള്ള പ്രദേശങ്ങളിലാണ് ബ്രോൺസ് ഹെഡഡ് വൈൻ സ്നേക്ക് ഇങ്ങനെ കാണപ്പെടുന്നത്. പിന്നെ ഷോർട്ട് നോസ് വൈൻ സ്നേക്കിനെ കാണപ്പെടുന്നത് മൂന്നാറിലും പളനി ഹിൽസിലും ഒക്കെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ഗ്രാസ്ലാൻഡിനെ കാണപ്പെടുന്നു. പിന്നെ ട്രാവൻകൂർ വൈൻ സ്നേക്സ് നമ്മുടെ അഗസ്ത്യമല ഹിൽസിൻ്റെ മണ്ടയ്ക്കാണ് കാണപ്പെടുന്നത്. ഇതെല്ലാം കാണപ്പെടുന്നത് ഗ്രാസ്ലാൻഡിൽ മാത്രമാണ്. വേറെ പ്രത്യേകത, ഇത് മരം കയറുന്ന പാമ്പല്ല, ഇത് ടെറസ്ട്രിയൽ പാമ്പ് എന്ന് പറഞ്ഞാൽ ഗ്രാസ്ലാൻഡ് അകത്തൂടെ ഓടി നടക്കുന്ന ഒരു പാമ്പാണ് ഈ 3 വൈൻ സ്നേക്സുകളും. അടുത്ത 2 പാമ്പുകൾ മലബാർ വൈൻ സ്നേക്സും പിന്നെ ആനമല വൈൻ സ്നേക്സും എന്ന് പറയുന്ന 2 പാമ്പുകളാണ്. നമ്മളറിയില്ല, നമ്മൾ പിറ്റോയ്പ്പറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ മലബാർ പിറ്റോയ്പ്പറിനെ ഒരു 3 സ്പീഷീസ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നതുപോലെ തന്നെ 2020 ഒരു പച്ചില പാമ്പുകളെയും കുറേ സ്പീഷീസായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മലബാറിൽ കാണുന്ന മെയിനായിട്ട് കാസർഗോഡ് മുതൽ പാലക്കാട് ഗ്യാപ്പ് വരെ കാണുന്നത് അതിന് മലബാർ വൈൻ സ്നേക്സ് എന്നും, പിന്നെ പാലക്കാട് ഗ്യാപ്പിന് സൗത്തിലോട്ട് കാണുന്നതിന് മുഴുവൻ ആനമല വൈൻ സ്നേക്സ് എന്നാണ് വിളിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വീടിനടുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക ഈ മലബാർ വൈൻ സ്നേക്സോ അല്ലെങ്കിൽ ആനമല വൈൻ സ്നേക്സോ ആയിരിക്കും. ഞാനിവിടെ ജോലി ചെയ്യുന്ന വയനാട്ടിലാണ്. ഇപ്പോൾ വയനാട്ടിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് മലബാർ വൈൻ സ്നേക്സാണ്. കുറേ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഫോട്ടോസും ഒരുപക്ഷെ മലബാർ വൈൻ സ്നേക്സിൻ്റെ ആയിരിക്കും ഫോട്ടോസ്. അതേസമയം നിങ്ങൾ എറണാകുളത്തിനടുത്തുള്ള തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് ആനമല വൈൻ സ്നേക്സിനായിരിക്കും. കാരണം അത് അവിടെയാണ് കാണപ്പെടുന്നത്. ഇനി അടുത്തൊരു പച്ചിലപ്പാമ്പ് എന്ന് പറയുന്നത് അഗസ്ത്യമലയിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ പുതിയൊരു പാമ്പിനെ കണ്ടുപിടിച്ചു. അവർ പഠനങ്ങളൊക്കെ നടത്തിയപ്പോഴത്തേക്കിനും നമ്മുടെ നാട്ടിലുള്ള കാണുന്ന സാധാരണ പച്ചിലപ്പാമ്പുകളിലേക്ക് ജീനസ് എന്ന് പറയുന്നത് അത് അഹായത്തുള്ള എന്ന് പറഞ്ഞ ജീനസാണ്. അവർ ജനറ്റിക് സ്റ്റഡിയൊക്കെ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി അത് അഹായത്തുള്ള ജീനസിനോട് തൊട്ടടുത്ത് കിടക്കുന്ന പക്ഷേ അഹായത്തുള്ള ജീനസിൽ പെടാത്ത വേറൊരു പച്ചിലപ്പാമ്പാണെന്ന് അവർക്ക് മനസ്സിലായപ്പോഴത്തേക്കിന് അവരതിന് പേര് കൊടുത്തേക്കുന്നത് പ്രോ അഹായത്തുള്ള എന്ന് പറയുന്ന ഒരു ജനസിൽ പെടുത്തിയിട്ടാണ് ആ പാമ്പിനെ ഉൾപ്പെടുത്തിയിരുന്നത്. അത് നമ്മുടെ അഗസ്ത്യമല റീജിയനിലാണ് കാണപ്പെടുന്നത്. നമ്മൾ ഈ പറഞ്ഞ 7 പാമ്പുകളുടെ ജീവിത രീതിയും സ്വഭാവ രീതിയും ഏകദേശം എല്ലാം ഒരുപോലെയാണ്. പക്ഷേ നമ്മൾ മലനിരയുടെ മണ്ടയ്ക്ക് താമസിക്കുന്ന 3 പാമ്പുകളുണ്ടല്ലോ ഗ്രാസ്ലാൻഡിൽ താമസിക്കുന്ന, അവരുടെ ജീവിത രീതി ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അവർ ഗ്രാസ്ലാൻഡിൽ കൂടെയൊക്കെ നടക്കും. അധികം മരം കയറാത്ത പാമ്പുകളാണ് ആ 3 പാമ്പുകൾ. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ അവരുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയും എല്ലാം ഒരുപോലെയാണ് ഏകദേശം. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേയേറെ ഈ പച്ചിലപ്പാമ്പുകളുടെ ഫോട്ടോയൊക്കെ കണ്ടു കാണില്ല, വാ പൊളിച്ച് നിൽക്കുന്നതും അതിൻ്റെ ദേഹത്തൊക്കെ നല്ല വെള്ള സ്കെയിൽസ് ഒക്കെ ഉള്ള ആ പാമ്പുകളുടെ ഫോട്ടോ ഒരു നല്ല ഫോട്ടോ അല്ല. ഞാനൊക്കെ പണ്ടെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ, വാ പൊളിച്ച് നിൽക്കുന്നതും ഇങ്ങനെ അഗ്രസീവായിട്ട് നിൽക്കുന്നതൊക്കെ. അത് പാമ്പുകൾ സ്ട്രെസ്സായിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു പാമ്പുകളാണ്. അതിൻ്റെ ദേഹത്തൊക്കെ പാമ്പുകൾ ദേഷ്യം വരുന്ന സമയത്ത് ദേഹത്തൊക്കെ നല്ല വെള്ള സ്കെയിലൊക്കെ വരും. അടുത്ത പ്രാവശ്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഒരു പടം കാണുന്ന സമയത്ത് ഈ പച്ചിലപ്പാമ്പുകൾ ഇങ്ങനെ വാ പൊളിച്ചും അതിൻ്റെ ദേഹത്ത് ഇങ്ങനെ വെള്ള സ്കെയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പാമ്പിനെ ഡിസ്റ്റർബ് ചെയ്തിട്ടാണ് ഈ പടം എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പാമ്പുകളെ നിങ്ങൾ പരമാവധി അങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് പടം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പാമ്പുകൾ ദേഹത്തൊന്നും വളരെ വെള്ള സ്കെയിലൊന്നും കാണാതെ നോർമലായിട്ടിരിക്കുന്ന പാമ്പുകളുടെ പടങ്ങളാണ് പച്ചിലപ്പാമ്പുകളുടെ നല്ല ഫോട്ടോസ്. ഞാനും അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ പണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പോഴൊന്നും അങ്ങനെ പാമ്പുകളെ ശല്യപ്പെടുത്തി ഫോട്ടോ എടുക്കാറില്ല. ഇതൊക്കെയായിരുന്നു വൈൻ സ്നേക്സിനെ കുറിച്ചുള്ള പച്ചിലപ്പാമ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയൊക്കെ പച്ചിലപ്പാമ്പിനെ കുറിച്ച് പറഞ്ഞാലും നമ്മൾ കൊച്ചിലേ മുതൽ കേട്ട് വന്നിരിക്കുന്നത് പച്ചിലപ്പാമ്പിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളായിരിക്കും. അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പച്ചിലപ്പാമ്പ് കണ്ണിൽ കൊത്തുന്ന ഒരു പാമ്പാന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഈ പാമ്പിനെ കടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു തന്ന ഒരു പഴയ കഥയായിരിക്കാം ഇത്. ഈ പാമ്പൊന്നും സാധാരണ ഒരു പാമ്പാണ്. ഇത് നമ്മളുടെ ദേഹത്ത് വന്ന് കടിക്കാനോ ഒന്ന് മുഖത്തോട്ടൊന്ന് കൊത്താനോ ഒന്നും ശ്രമിക്കാറില്ല ഈ പാമ്പ്. പ്രത്യേകിച്ച് കണ്ണിലൊന്നും കൊത്താറില്ല ഈ പച്ചിലപ്പാമ്പ്. നിങ്ങൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വൈൻ സ്നേക്സിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ് മൈ ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.